എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ തുടർന്ന് വരുന്ന പരമ്പരയുടെ 1741 ദിവസമാണിന്ന്. ഇന്ന് മലയാളം സെഷനിൽ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശാന്താചന്ദ്രൻ ആണ്. മാഡം നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മാഡത്തിന്റെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, നമുക്കറിയാം വന്ധ്യതാ ചികിത്സയിൽ വളരെ അധികം പ്രാവീണ്യം തെളിയിച്ചു ഒരുപാട് പേർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ആതുരദാസ് അവാർഡൊക്കെ മാഡം സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സൂമിന്റെ അമ്മ കൂടിയാണ്. ഞാൻ വളരെ ആദരപൂർവ്വം മാഡത്തിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ നേർന്നുകൊണ്ടും ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടും കൂടി നമുക്ക് ക്ലാസ് തുടങ്ങാം. കേൾക്കാം. ഹോമിയോപ്പതിയുടെ ആചാര്യനായ സാമൽ ഹനുമാനെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ദൈവിക മാതാപിതാക്കളെയും എല്ലാ ഗുരുക്കന്മാരെയും ഒന്നുകൂടെ വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണ്. പിന്നെ IFPH ഒരു സബരിയാക്കിയിരിക്കുന്ന IFPHന്റെ പ്രിയപ്പെട്ട സാരഥികളെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒന്നുകൂടെ നമിച്ചുകൊണ്ട് തുടങ്ങാൻ ഇത്രയും ദിവസം ഒരു സബരിയാക്കി എടുത്തിരിക്കുന്ന നിങ്ങളെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. അപ്പൊ ധനേഷ് ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് നോ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സബ്ജക്റ്റ് ഒന്നും പറഞ്ഞില്ല, എന്താ ക്ലാസ് എടുക്കണമെന്ന് സബ്ജക്റ്റ് ഒന്നും പറഞ്ഞില്ല, ഞാനും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇപ്പൊ റീസെന്റ് കേൾക്കാമല്ലോ അല്ലേ ശൈല? കേൾക്കാം മാഡം, നല്ലതുപോലെ കേൾക്കാം, കാണാം. മാഡം ധൈര്യമായി തുടർന്നോളൂ. അപ്പൊ ഞാന് വിചാരിച്ച എനിക്കിപ്പോ റീസെന്റ് ഒരു പേഷ്യന്റ് വന്ന ഒരു ഹ്യൂജ് ഫൈബ്രോയിഡ് ആയിട്ട് 12.5 into 10 സംതിങ് ആയിട്ടൊരു ഹ്യൂജ് യൂട്രസ് നിറയെ ഫൈബ്രോയിഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു. ഞാൻ പറഞ്ഞു അതെന്തായാലും അത് റിമൂവ് ചെയ്തേ പറ്റൂ. ഞാൻ കേസ് എടുത്തില്ല, ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് ഹിസ്റ്ററക്ടമി ചെയ്യാൻ ആയിട്ടാണ് ഞാൻ അവരെ അഡ്വൈസ് ചെയ്തത്. അപ്പൊ ഇന്നിപ്പോ അവരെ ഹിസ്റ്ററക്ടമി ചെയ്തെന്നും 4ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഹിസ്റ്ററക്ടമി തന്നെ ആവട്ടെ. നമ്മുടെ ഇന്നിപ്പോ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രക്രിയയാണ് ഹിസ്റ്ററക്ടമി. അപ്പൊ വേണ്ട സ്ഥലത്തും വേണ്ടാത്തടത്തും ഒക്കെ ഹിസ്റ്ററക്ടമി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ മാഡം. ഇപ്പൊ ഡെലിവറി പോലെ തന്നെ ഹിസ്റ്ററക്ടമി അതെ, ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഹിസ്റ്ററക്ടമിയോട് തുടർന്നുള്ള അതിന്റെ ആഫ്റ്റർ എഫക്ട്സും അതിന്റെ കംപ്ലൈൻസും എല്ലാം ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എനിക്ക് അറിയാവുന്ന ഞാൻ അങ്ങോട്ട് പറയാം, നമുക്കത് ഫീഡ്ബാക്കും തരണം, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഹിസ്റ്ററക്ടമി എന്ന് പറയുമ്പോൾ നമ്മള് സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസും സെർവിക്സും എല്ലാം ചേർന്നിട്ടുള്ള ആ റിമൂവലിനെയാണ് നമ്മൾ ഹിസ്റ്ററക്ടമി എന്ന് പറയുക. അപ്പൊ ഹിസ്റ്ററക്ടമി തന്നെ ഇറ്റ് ക്യാൻ ബി ടോട്ടൽ ഹിസ്റ്ററക്ടമി ഓർ സബ് ടോട്ടൽ ഹിസ്റ്ററക്ടമി. ടോട്ടൽ ആകുമ്പോൾ നമ്മുടെ യൂട്രസും സെർവിക്സും ഫലോപ്പിയൻ ട്യൂബും എല്ലാം ടോട്ടൽ ഹിസ്റ്ററക്ടമിയിൽ വരും. സബ് ടോട്ടൽ ആകുമ്പോഴത്തേക്കും അതിന്റെ സെർവിക്സ് നിർത്തിയിട്ട് ബാക്കി പോർഷനാണ് സബ് ടോട്ടൽ ഹിസ്റ്ററക്ടമിയിൽ വരിക. പിന്നെ റാഡിക്കൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുമ്പോൾ ഫലോപ്പിയൻ ട്യൂബും അതിന്റെ ആക്സസറി അതിന്റെ ചുറ്റുപാടുള്ള ടിഷ്യൂസും എല്ലാം റിമൂവ് ചെയ്യുന്നതാണ്. ഹിസ്റ്ററക്ടമി വിത്ത് സാൽഫിൻജിയോ ഓഫറക്ടമി, ഓവറിയും എല്ലാം ടോട്ടൽ റിമൂവൽ ആകുമ്പോഴത്തേക്കാണ് റാഡിക്കൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. ഇനി ഇത് ഹിസ്റ്ററക്ടമിക്കുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ നല്ലൊന്ന്
റീവൈൻഡ് ചെയ്യുന്നല്ലോ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വരിക. ഒന്ന് ഹെവി പീരീഡ്സ് അല്ലെ, പിന്നെ ഫൈബ്രോയിഡ്സ്, ഇനി നമുക്ക് എൻഡോമെട്രിയോസിസ്, ഭയങ്കര എൻഡോമെട്രിയോസിസ്, പിന്നെ അൺസക്സസ്ഫുള്ളി ട്രീറ്റഡ് PID, അഡിനോമയോസിസ്, പ്രൊലാപ്സ് യൂട്രസ്, സെപ്റ്റിക് അബോർഷൻസ് ആൻഡ് ക്യാൻസറസ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് വരുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് ആണ്. ഫൈബ്രോയിഡും അതിന്റെ ബ്ലീഡിങ്ങും, ഹെവി ബ്ലീഡിങ്ങും. ഫൈബ്രോയിഡ് നമുക്ക് ട്രീറ്റബിൾ ആണ് അല്ലെ, ഹോമിയോപ്പതി വെച്ച് ഇഷ്ടംപോലെ ഫൈബ്രോയിഡ് കേസ് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക്. എനിക്ക് കിട്ടും, എനിക്കറിയില്ല, എനിക്ക് ഒരു 10-നൊക്കെ എബോവ് വരുവാണെങ്കിൽ ഞാൻ പറയും സജസ്റ്റ് ചെയ്യും. ഒരു അനീമിക് ലേഡി ഒക്കെ ആണെങ്കിൽ, നമ്മൾ +40+ ഒക്കെ ഉള്ള ഒരു വുമൺ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ തന്നെയാണ് പറയുക. കാരണം പ്രഷർ സിംറ്റംസ് വരും, അനീമിക് ആവും, വേറെ കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യാനാണ് പറയുക. അതുപോലത്തെ ഒരു കേസാണ് ഇപ്പൊ ഞാൻ ഒരു 2 മാസം മുമ്പ് പറഞ്ഞയച്ചത്. അവരുടെ ഹിസ്റ്ററക്ടമി ചെയ്തെന്ന് 4 ദിവസമായിട്ടുണ്ട്. അപ്പൊ അതാണ് യൂട്രൈൻ ഫൈബ്രോയിഡിന് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള സൈസിന് നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മളത് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സിവിയർ മെനറേജ്, സിവിയർ ബ്ലീഡിങ്, ഡിസ്മെനോറിയ, അതൊക്കെ ഒരു കാരണം. ഇനി വരുന്നത് എൻഡോമെട്രിയോസിസ്, രണ്ടാമത്തെ റീസൺ ഉണ്ടല്ലോ. മൂന്നാമത്തെ റീസൺ പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് വെച്ചാൽ യൂട്രൈൻ ലൈനിങ്, പിന്നെ അത് ഗ്രോയിങ് ഔട്ട്സൈഡ് ദ യൂട്രസ്, കോസിങ് സിവിയർ പെയിൻ, ഇൻഫ്ലമേഷൻ, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. സഹിക്കാൻ വയ്യാത്ത വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ അലോപ്പതിയിൽ അവര് ഇത് കൊടുത്ത് അത് പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന കുറെ നാളത്തേക്ക്. എന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സിവിയർ എൻഡോമെട്രിയോസിസ് വരുമ്പോൾ അത് റിമൂവ് ചെയ്യുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്നുണ്ട്, എൻഡോമെട്രിയോസിസ്. ഇനി ഒരു കണ്ടീഷൻ വേറെ, അഡിനോമയോസിസ്. അഡിനോമയോസിസ് യൂട്രൈൻ ലൈനിങ് ഗ്രോ ഇൻ ടു ദ മസിൽസ് ഓഫ് ദ യൂട്രസ്, ലെയർ ഓഫ് ദ യൂട്രസ്. മസിൽ ലെയറിന്റെ ഉള്ളിലേക്ക് ഈ യൂട്രൈൻ ലൈനിങ് വളർന്നു വരുമ്പോഴത്തേക്ക് അതും പെയിൻഫുൾ ആണ്, ഹെവി ബ്ലീഡിങ് ആണ്. അഡിഷൻസ് വരുമ്പോഴത്തേക്ക് യൂട്രസും ഓവറിയും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് സിവിയർ പെയിൻ ഒക്കെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ വരുന്ന ഒരു റീസൺ, അടുത്ത റീസൺ എന്ന് പറയുന്നത് പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്. പെൽവിസിലുള്ള നമുക്ക് പെൽവിക് ഫ്ലോറിലുള്ള വീക്കനിങ് ഓഫ് പെൽവിക് ഫ്ലോർ മസിൽസ്, പെൽവിക് ഫ്ലോറിലുള്ള ബ്ലാഡർ, യൂട്രസ്, ഇതെല്ലാം വീക്കായി യൂട്രസ് സാഗ് ചെയ്ത് പുറത്തേക്ക് തള്ളി വജൈനയിൽ കൂടെ അതെല്ലാം വന്നു കഴിയുമ്പോൾ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ വരും. അങ്ങനെ കൂടുതൽ ആ പ്രൊലാപ്സ് വരുമ്പോൾ നമുക്കൊരു 1st ഡിഗ്രി 2nd ഡിഗ്രി വരെ നമുക്കത് മാനേജബിൾ ആണ്. നമ്മുടെ ഹോമിയോ മെഡിസിൻ കൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് തന്നെ ഒരു 3rd ഡിഗ്രി പ്രൊലാപ്സ് ആയിരുന്നു. അതെനിക്ക് സെപ്പിയും കുറച്ച് എക്സസൈസും കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അമ്മയുടെ മാറ്റാൻ പറ്റി. എൻ്റെ അമ്മയ്ക്ക് തന്നെ ഞാൻ ആദ്യം പ്രൊലാപ്സ് യൂട്രസിന് മരുന്ന് കൊടുത്തു. കംപ്ലീറ്റ് ആയിട്ട് അമ്മയുടെ മാറ്റി. മരിക്കുന്നവരെ അമ്മയ്ക്ക് അത് യൂട്രസ് പിന്നെ വന്നിട്ടില്ല. 3rd ഡിഗ്രി പ്രൊലാപ്സ് ആയിരുന്നു. ഞാനിവിടെ എറണാകുളത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിച്ചപ്പോൾ ഇമ്മീഡിയറ്റ് റിമൂവൽ ഹിസ്റ്ററക്ടമിയാണ് എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തത്. വേണ്ടി വന്നില്ല. നമ്മുടെ ഹോമിയോ മെഡിസിൻ വണ്ടർഫുൾ ആക്ഷൻ കിട്ടി. ഇനി നമുക്ക് വരുന്ന യൂട്രൈൻ ക്യാൻസർ, സർവൈക്കൽ ക്യാൻസർ, ഓവറിയൻ ക്യാൻസർ, യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ, എല്ലാ ക്യാൻസർ കണ്ടീഷനിലും ഒരു യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. പിന്നെ ഒരു അക്യൂട്ട് ഒരു എമർജൻസി വരുന്നത് നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം കോംപ്ലിക്കേഷൻസ്, ഡെലിവറി റിലേറ്റഡ് ആയിട്ട് നമുക്ക് യൂട്രസിന് ടയർ വരിക, പിന്നെ യൂട്രൈൻ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡെലിവറിയോട് കൂടിയിട്ട് യൂട്രസ് റിമൂവ് ചെയ്തെന്ന് പറയാറുണ്ട് പേഷ്യൻസ് അല്ലേ, അങ്ങനെ വരാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് യൂട്രസ് റപ്ചറൊക്കെ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി ഹിസ്റ്ററക്ടമി വരാറുണ്ട്. ഇതൊക്കെയാണ് യൂട്രൈൻ ഹിസ്റ്ററക്ടമിക്കുള്ള കാരണങ്ങൾ. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ശൈല? ഇത്ര പെട്ടെന്ന് ഓർക്കുന്നുള്ളൂ ഉണ്ടോ? നീ എന്തെങ്കിലും റീസൺ?
ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ പറയേ. വേറെ എന്താണ്? ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. ഇതൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളു അല്ലേ? ഇത്രയൊക്കെ തന്നെയുള്ളെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഇത് നമ്മള് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ അത് ഏജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ് അല്ലേ? ഒരു ഏർലി ഒരു 30s 35 ബിലോ 35 ഇയേഴ്സിലൊക്കെ ഒരു യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു പേഷ്യന്റിന്, അല്ലെങ്കിൽ ഒരു കുട്ടികളില്ലാത്തവർക്കാണ് സിവിയർ ഡിപ്രഷൻ വരും അല്ലേ? അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല, ഇന്നബിലിറ്റി ടു കൺസീവ്. അങ്ങനെ വരുമ്പോൾ അതൊരു മെന്റൽ ഡിപ്രഷനിലോട്ട് പോകാറുണ്ട് അല്ലെ? ഒരു ഏർലി ഏജിലൊക്കെയാണ്. പിന്നെ അതല്ലാതെ ഉള്ള അങ്ങനെയുള്ള കേസുകളിൽ തന്നെ പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ സെക്ഷൽ ഫങ്ഷനിൽ വരും അല്ലെ? ആ ഒരു ഏജിലൊക്കെ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കണ്ടീഷനിലോട്ട് വരിക, ഏർലി മെനപ്പോസിലോട്ട് വരിക. അപ്പൊ അതില് ഒരു ഡ്രൈനെസ് ഓഫ് വജൈന വരും, പിന്നെ ഡിക്രീസ്ഡ് ലിബിഡോ വരും. അത് കുറെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ്, മെന്റലി ഡിപ്രഷനും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മെന്റൽ ഡിപ്രഷന്റെ കാര്യമില്ല. ഒരു എനിക്ക് തോന്നുന്നത് ഒരു 45-50 എബോവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹോട്ട് ഫ്ലഷസും അങ്ങനെയുള്ള കൂടുതൽ കംപ്ലൈൻറ്റ്സ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? ഒരു മെനപ്പോസൽ ഏജിലൊക്കെ നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്താൽ അത്രയ്ക്കധികം കോംപ്ലിക്കേഷൻസ്, അത്രയ്ക്കധികം ബുദ്ധിമുട്ടുകൾ വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. എന്നാല് പിന്നെ ഇനി നമുക്ക് ഇത് പറയാനുള്ള ഹോമിയോപ്പതി റെമഡീസ് അല്ലെ? ഹോമിയോപ്പതി റെമഡീസ് ആഫ്റ്റർ ഹിസ്റ്ററക്ടമി, ടു സപ്പോർട്ട് ദ ഹീലിംഗ് പ്രോസസ്, management of pain, emotional changes, hormonal imbalance, and promote overall recovery. അത് നമ്മളെ ഹോമിയോപ്പതി മെഡിസിൻ വണ്ടർഫുൾ ആക്ഷൻ നമുക്ക് കിട്ടും. The choice of remedies depends on the specific psychological and emotional symptoms that the patient experience. After post-surgical ആയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ സിംറ്റംസിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കും. പിന്നെ നമുക്കിപ്പോൾ ഹിസ്റ്ററക്ടമി ചെയ്ത് കഴിയുമ്പോൾ അവർ അഡ്വൈസ് ചെയ്യുന്ന ഡയറ്റും വൈറ്റമിൻ സപ്ലിമെന്റും പിന്നെ വേണ്ടി വരുന്നവർക്ക് ഹോർമോണൽ സപ്ലിമെന്റും ഒക്കെ നമ്മൾ അതൊക്കെ എടുത്തിരിക്കണം. അതെല്ലാം നിർത്തിയിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കാനല്ല. അലോങ് വിത്ത് ദാറ്റ് ഹോമിയോപ്പതി ക്യാൻ ഹെൽപ്പ് വണ്ടർഫുൾ ആക്ഷൻ, വണ്ടർഫുൾ നമുക്ക് എഫക്റ്റ് കിട്ടും. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അക്കോർഡിംഗ് ടു സിംറ്റം ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഡിസിൻ ഏതാ വരിക? നമുക്ക് ഒരു സർജിക്കൽ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആർണിക്ക തന്നെയാണ് ആദ്യം വരുന്നത് അല്ലെ? ആർണിക്ക തന്നെയാണ് വരുന്നത്. ആർണിക്ക ഇമ്മീഡിയറ്റ്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ആർണിക്ക. അപ്പൊ അതിന് അവര് ആ ബ്രൂയിസും സർജറിയും അപ്പോ ട്രോമ ടു ദ ടിഷ്യൂന്റെ അവിടെയൊക്കെ ഇത് വരുന്ന ആ ഇൻസിഷന്റെ അവിടെയുള്ള ട്രോമയ്ക്കും അതിനെല്ലാം ആർമിക്ക വളരെ നല്ല മെഡിസിനാണ്. നമ്മൾ ടിപ്പിക്കൽ കീനോട്ട് സിംറ്റം ഐ ആം ഓക്കെ എന്ന് പറയും അല്ലേ പേഷ്യന്റ്? ക്ലിയർലി നമുക്കറിയാം ആ പേഷ്യന്റ് ഈസ് നോട്ട് ഓക്കെ, എന്നാലും പേഷ്യന്റ് പറയും ഐ ആം ഓക്കെ എന്ന് പറയുന്നത് ആർമിക്ക വളരെയധികം ഗുണം ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്ന ഈ അനസ്തേഷ്യയുടെ എഫക്റ്റിന്, അനസ്തേഷ്യയുടെ ആഫ്റ്റർ എഫക്റ്റിന് നമുക്ക് ജയറാം ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഇത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് അത് അനസ്തേഷ്യ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് മെഡിസിൻ നമുക്ക് വരുന്നത് ഇതാണ് ബെല്ലിസ്. ബെല്ലിസിന് നമുക്കറിയാം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി, പിന്നെ പെൽവിക് മസിൽസിന്, ഇന്റേണൽ ഓർഗൻസ്, പെൽവിക് ഓർഗൻസിൽ ഡീപ്പ്
ഇന്റേണൽ ട്രോമ. അതാണ് ബെല്ലിസിന്റെ എഫക്ട്. ബെല്ലിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് വന്ന പേഷ്യന്റിനും ബെല്ലിസ് കൊടുത്തു, ആർണിക്കയും ബെല്ലിസും കൊടുത്തു. ഈ സർജറി കഴിഞ്ഞ ഉടനെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനൊക്കെ നമ്മളടുത്ത് അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ വരാറില്ല എങ്കിലും അല്ല, നമ്മള് പറഞ്ഞു വിടുന്ന പേഷ്യൻസ് നമ്മുടെ വിശ്വാസമുള്ളവർ നമ്മുടെ അടുത്ത് വരും. അതാ തിയേറ്ററിൽ കയറുമ്പോ തന്നെ സർജറിക്ക് മുമ്പുള്ള മരുന്ന് തരാവോ, സർജറി കഴിയുമ്പോ എന്തൊക്കെ കഴിക്കാം എന്നിട്ട് അവർ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോ ഞാൻ പറഞ്ഞ ഈ പേഷ്യന്റിന് ഞാൻ കൊടുത്തു വിട്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സർജറിക്ക് പേടിക്ക് സ്റ്റാഫിസാഗിരി കൊടുക്കും ആദ്യം, പിന്നെ സർജറി കഴിഞ്ഞ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കും. അവരത് കഴിക്കുന്നതിന് അവരത് വിശ്വാസത്തോടുകൂടി നമ്മളത് ചോദിച്ച് കഴിക്കുന്നതാണ്. അപ്പൊ കഴിക്കാം. അപ്പൊ നമുക്ക് ബെല്ലിസിന് നമ്മൾ അല്ലെങ്കിൽ ഒരു DNC കഴിഞ്ഞ പേഷ്യന്റിന് ആ പെൽവിക് ഡാമേജ്, പെൽവിക് ഇഞ്ചുറി വരുന്നതിന് ഏറ്റവും നല്ല ഡീപ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിക്ക് ബെല്ലിസ് ഏറ്റവും നല്ല മെഡിസിൻ ആണ്. അതിന്റെ ഒരു കീനോട്ട് സിംറ്റം എന്ന് പറഞ്ഞാൽ കോൾഡ് അപ്ലിക്കേഷൻ റിലീഫ് ഉണ്ട്. ഹെൽപ്ഫുൾ ഫോർ ഡീപ് സർജിക്കൽ വൂൺസിന് അത് എവിടെയാണെങ്കിലും, അത് അബ്ഡോമിനൽ വാൾ ട്രോമയില് നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു നമ്മുടെ ഹോമിയോപ്പതിക് സർജിക്കൽ, അതിനെന്തോ ഒരു പേരും കൂടെ പറയുമല്ലോ ബെല്ലിസിന്, അല്ലേ? മറന്നുപോയി ഞാനത്. മെഡിക്കൽ ബെല്ലിസ് നമുക്ക് ഫസ്റ്റ് ടിഞ്ചർ കൊടുക്കാം, അക്യൂട്ട് ഫേസ് എന്ന് പറയും. പിന്നെ നമുക്ക് 30 or 200 ഒക്കെ അതിലേക്ക്. അപ്പൊ അതാണ് രണ്ടാമത്തെ മെഡിസിൻ നമുക്ക് വരും. അസറ്റിക് ആസിഡ് നമുക്ക് 200 കൊടുക്കാം. അത് ഈ ഇതില്ലേ അനസ്തേഷ്യയുടെ ആഫ്റ്റർ എഫക്റ്റിന് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അസറ്റിക് ആസിഡ്. അനസ്തേഷ്യയുടെ ആഫ്റ്റർ എഫക്റ്റ് ഇല്ലേ, നമുക്ക് ബ്ലോട്ടിങ്ങും അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അസറ്റിക് ആസിഡ് കൊടുക്കാം നമുക്ക്. അതെ. അപ്പൊ ആർണിക്ക നമുക്കൊരു ഫിസിയോളജിക്കലായിട്ട് ആർണിക്കയും ബെല്ലിസും ഫിസിയോളജിക്കൽ മെഡിസിനും കൂടെയായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഏറ്റവും ഫോർമോസ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ വരുന്നത് സ്റ്റാഫിസാഗിരിയ. സ്റ്റാഫിസാഗിരിയ അത് ഓഫൻ യൂസ്ഡ് ഫോർ ഇമോഷണൽ ട്രോമ, അല്ലെ? സപ്രസ്ഡ് ആങ്കർ and the feeling of being violated, which can occur after surgery. Surgical incision pain, ഷാർപ്പ് ഇഞ്ചറി കൊണ്ടുള്ള പെയിന് നമ്മൾ സ്റ്റാഫിസാഗിരി പറയുന്നു. സർജിക്കൽ ഇൻസിഷന് ഷാർപ്പ് ഇഞ്ചറിന് ഷാർപ്പ് എക്യുപ്മെന്റ് കൊണ്ടുള്ള ഇഞ്ചറി ഹെൽപ്സ് വിത്ത് ഇറിറ്റബിലിറ്റി ആൻഡ് സാഡ്നെസ് പോസ്റ്റ് സർജിക്കലായിട്ട് ഇറിറ്റബിലിറ്റിയും സാഡ്നെസ്സും വരുന്നതിന് സ്റ്റാഫിസാഗിരി നമുക്ക് കൊടുക്കാം. പിന്നെ സ്റ്റാഫിസാഗിരിയുടെ പെക്യൂലിയർ സിംറ്റം ആയിട്ടുള്ള പെയിൻ ഇൻ സർജിക്കൽ സൈറ്റ് വിത്ത് ബേണിംഗ് ഓർ സ്റ്റിങ്ങിങ് സെൻസേഷൻ, സെൻസിറ്റീവ് ആൻഡ് ഡിഗ്നിഫൈഡ് പേഴ്സണാലിറ്റിയിലാണ് കേട്ടോ. ഹിസ്റ്ററി ഓഫ് സപ്രസ്ഡ് ഇമോഷൻസ്. സ്റ്റാഫിസാഗിരി നമുക്ക് അറിയാമല്ലോ, ഒരു എല്ലാം സപ്രസ്ഡ് ആയിട്ടുള്ള അവർക്ക് സ്റ്റാഫിസാഗിരി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പോകും. ബാക്കിയുള്ളവർക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാട്ടോ, അനുഭവങ്ങൾ പറയാം, അതല്ലേ നമുക്ക് വേണ്ടത്. മാഡത്തിന് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം അല്ലേ? ശരി ശരി. ഇനി നമുക്ക് ഇഗ്നേഷ്യാണ് നെക്സ്റ്റ് മെഡിസിൻ വരുന്നത്. ഫിസിയോളജിക്കൽ, ഇപ്പൊ നമ്മൾ ഫിസിയോളജിക്കലി കഴിഞ്ഞു, നമ്മൾ ഇമോഷണലി ഇതെല്ലാം കൂടെ വരുന്ന ഇഗ്നേഷ്യ നമുക്കെല്ലാം അറിയാവുന്ന പോലെ യൂസ്ഫുൾ ഫോർ മൂഡ് സ്വിങ്സ്, അല്ലെ? ഗ്രീഫ്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി ആൻഡ് ഇന്റർണലൈസ്ഡ് ഉള്ളിൽ ഒതുക്കിയ ടെൻഷൻ can help with emotion changes. Post hysterectomy grief of losing reproductive organs. Contradictory symptoms ആണ് ഇഗ്നേഷ്യയുടെ മെയിൻ ആയിട്ടുള്ളത്, കീനോട്ട് സിംറ്റം, അല്ലെ? അപ്പൊ ഐ എം ഗുഡ് ഫോർ നത്തിങ്, എന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഒക്കെ പോയി എന്നുള്ളത് വല്ലാതെ വിലപിക്കുന്ന അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് ഇഗ്നേഷ്യ.
ഇനി അടുത്ത മെഡിസിൻ വരുന്നത് നമുക്ക് നക്സോമിക്ക. ഈ ചില ആൾക്കാര് ഭയങ്കര ഇറിറ്റബിൾ ആവും, ഇംപേഷ്യന്റ് ആകും, ഹൈപ്പർ സെൻസിറ്റീവ് ആഫ്റ്റർ സ്ട്രെസ് ഓഫ് സർജറിയുടെ സ്ട്രെസ് കാരണം ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമുള്ള ആൾക്കാർക്ക് അവർക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാ ഇമോഷനും കൂടെ കലർന്ന് ഇറിറ്റബിൾ ആയി, ഇംപേഷ്യന്റ് ആയി, ഹൈപ്പർ സെൻസിറ്റീവായി, വഴക്കാളിയായി, ഒന്നിലും തൃപ്തിയില്ലാതെ പോകുന്ന ടിപ്പിക്കൽ നക്സോമിക്ക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നക്സോമിക്ക കൊടുക്കാവുന്ന. നക്സോമിക്ക വളരെ നല്ല മെഡിസിൻ ആണ്. ബാക്കി ഇൻകോണ്ടിനൻസും ഇമോഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പോകും. പിന്നെ നക്സോമിക്കയും കടത്തി വെട്ടണമാണ് നമുക്ക് ചമോമില്ല. ചമോമില്ല അല്ലേ? ചമോമില്ല. എക്സ്ട്രീം ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ. അപ്പോ എസ്പെഷ്യലി ഇഫ് പെയിൻ ഇസ് എ ട്രിഗർ, സർജിക്കൽ ആയിട്ടുള്ള പെയിൻ വല്ലാതെ വരുമ്പോഴത്തേക്കും, എക്സ്ട്രീം ട്രിഗർ വരുമ്പോഴത്തേക്കും നമുക്ക് ചമോമില്ല കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഇഷ്ടപ്പെട്ട, നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട മെഡിസിനായ സെപ്പിയ. സെപ്പിയ എല്ലാത്തിലും ഫിസിക്കലി particularly helpful for women post-hormonal changes or after gynecological procedure, hysterectomy, especially when ovaryയും കൂടെ റിമൂവ് ചെയ്ത സ്ത്രീകളാകുമ്പോൾ, നമ്മൾ മാഞ്ചസ്റ്റർ വുമൺ തന്നെയല്ലേ പറയണം, മാനിഷ് വുമൺ അല്ലേ? അപ്പൊ ഒരു ഫിഗറും ഒന്നും ഇല്ലാത്ത ഒരു ലേഡിയാണല്ലോ സെപ്പിയ. അപ്പൊ ഓവറിയും കൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരിൽ ആ സ്വതസിദ്ധമായ ഒരു മാനിഷ് നേച്ചറും ഇറിറ്റബിലിറ്റിയും, അഡ്രസ്സസ് ഇറിറ്റബിലിറ്റി, ഇൻഡിഫറൻസ് ടു ലൗഡ് വൺസ് ഓർ ഡിപ്രഷൻ. പിന്നെ പറയുന്നത് പെൽവിക് ഹെവിനെസ്, പിന്നെ ഹോട്ട് ഫ്ലഷസ്, വജൈനൽ ഡ്രൈനസ്, ഇറിറ്റബിലിറ്റി, ഡ്രാഗിങ് ഫീലിംഗ്. അപ്പൊ സെപ്പിയയുടെ എല്ലാ സിംറ്റംസ് ഒന്നും ഞാൻ പറയണ്ടല്ലോ. സെപ്പിയ വളരെ ഹോർമോണൽ ഇംബാലൻസിനും ഓർഗൻസ് ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ ഗൈനക്കോളജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള അതിനെല്ലാം സെപ്പിയ വളരെ ഫലപ്രദമാണ്. ഇനി നമുക്ക് വരുന്ന ലാക്കേസിസ്, എസ്പെഷ്യലി ഒരു 40+ ആയിട്ടുള്ള ലേഡീസിൽ എപ്പോഴും ലാക്കേസിസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ലാക്കേസിസ് പോസ്റ്റ് ഹിസ്റ്ററക്ടമി, ഹോട്ട് ഫ്ലഷസ് ആണ് ഇതിന്റെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം. particularly left-sided complaints or intense emotions. കേസസ് ഭയങ്കര പരാതിയും ടോക്കറ്റീവും, പിന്നെ ബാക്കി ഇൻടോളറൻസ് ഓഫ് ചൂട്, ഇൻടോളറൻസ് ഓഫ് ക്ലോത്ത് അറൌണ്ട് വേസ്റ്റും ഇവിടെ എല്ലാം നെക്കിലും വേസ്റ്റിലും, അതൊക്കെ ഹോട്ട് ഫ്ലഷസ്. അതിന് ഈ ലാക്കേസിസ് ഒരു പർട്ടിക്കുലർ മെഡിസിനാണ്. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, ലാക്കേസിസ് ഈ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് ഭയങ്കര ബോഡി ഇച്ചി, ഭയങ്കര ചൊറിച്ചില്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ വെയിലത്ത് പോകാൻ പറ്റും, ഭയങ്കര ബോഡി ഇച്ചിങ് ആണ്. എസ്പെഷ്യലി രാത്രി കിടന്നു ഒന്ന് മയങ്ങി കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചില്, പിന്നെ ഉറങ്ങി എണീക്കുമ്പോഴും ചൊറിച്ചില്. ലക്കേസിസ് 30 കൊണ്ട് വണ്ടർഫുൾ ആയിട്ട് മാറ്റി. ഇനി ഒരു കേസ് വന്ന് വിത്ത് ഹോട്ട് ഫ്ലഷസ് വിത്ത് ഡ്രെഞ്ചിങ് സ്വെറ്റ്. നമുക്ക് പേടി വരും പേഷ്യന്റിന്. അതിന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഈ ഹിസ്റ്ററക്ടമി ചെയ്ത വീട്ടിലൊരു AC വെച്ചിട്ടുണ്ട്, ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ആ ഹോട്ട് ഫ്ലഷസ് വരുമ്പോഴേക്കും ഉരുളുക, തുണിയൊക്കെ തുറച്ച് കളഞ്ഞാൽ ഡ്രെഞ്ചിങ് സ്വെറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് വിറാട്രമാൽബ് കൊണ്ടാണ് എനിക്ക് അവർക്ക് പറ്റുന്നത്. സിവിയർ വിറാട്രമാൽബ് വളരെ എനിക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ വൂണ്ട് ഹീൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഗ്രാഫൈറ്റിസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ട് ഹീലിങ്ങിനൊക്കെ ഗ്രാഫൈറ്റിസ്, കോസ്റ്റിക്കം,
കലണ്ടുല അതൊക്കെ വരും. അതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് അങ്ങനെ നോക്കാം. പിന്നെ ഇനി സൾഫറും വരുമല്ലോ, ഇൻ ബിറ്റ്വീൻ നമുക്ക് സൾഫർ കൊടുക്കാം. സൾഫറിന്റെ ഇത് ഇച്ചിങ്ങും ബേണിംഗ് പെയിനും ഒക്കെ ഫിസിക്കലി ലേസി ഒക്കെ ആയിട്ടുള്ളവർക്ക് സൾഫറിന് ആക്ഷൻ ഉണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ നല്ലൊരു മെഡിസിനാണ് അമൈൽ നൈട്രിക്. ഹോട്ട് ഫ്ലഷസ് വരുന്ന പേഷ്യന്റുകൾക്ക് ഞാൻ അമൈൽ നൈട്രിക്കും കയ്യിൽ വെച്ചോളാൻ പറയും, എപ്പോഴും ബാഗിൽ വെച്ചോളാൻ പറയും. ആ ഒരു ഹോട്ട് ഫ്ലഷസും ആ ഇറിറ്റബിലിറ്റിയും തോന്നുമ്പോൾ ഒരു 2 ഡ്രോപ്പ് കഴിക്കാൻ പറയും. വളരെ എഫക്റ്റീവ് അമൈൽ നൈട്രിക്. അതുപോലെ തന്നെ അമൈൽ നൈട്രിക് ഹോട്ട് ഫ്ലഷസിന് ഭയങ്കര എഫക്റ്റ്. പിന്നെ നമുക്ക് ഒരു മെനപ്പോസ് ഹിസ്റ്ററക്ടമി ചെയ്താലും മെനപ്പോസൽ തന്നെയല്ലേ കൂടുതലും വരുന്ന ഈ കുട്ടികളില്ലാത്തവർക്കും പിന്നെ യങ് ഏജിലൊക്കെ ഹിസ്റ്ററക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലംസ് വരിക. അപ്പൊ അവരുടെയൊക്കെ നമ്മൾ ആ മെന്റൽ കണ്ടീഷൻ നോക്കിയിട്ടുള്ള മരുന്ന്, പിന്നെ ഇത് പ്ലാറ്റിനയൊക്കെ വരും അവർക്ക്, പ്ലാറ്റിനയും ക്യാമറയും ഒക്കെ അതൊക്കെ വരും. നമ്മൾ അക്കോർഡിംഗ്ലി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് മാഡം അല്ല ഈ മെൻസസ് നിന്ന് അല്ല മെൻസസ് ഈ കറക്റ്റ് ആയിട്ട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഈ ഹോർമോൺസ് ഒക്കെ കുറഞ്ഞ് ഇത്തിരീശെ ആ ഒരു ബോഡി അഡാപ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഈ യൂട്രസ് എടുക്കുമ്പോഴും ഓവറി ഹോൾ ഹിസ്റ്ററക്ടമി ഒക്കെ ആവുമ്പോഴത്തേക്ക് പെട്ടെന്നല്ലേ ഹോർമോണൊക്കെ അതിന്റെ ആ ഒരു അവർക്ക് അത്ര എഫക്ട് വരുന്നില്ല. ഓൾറെഡി ഓവറീസ് ഒക്കെ ചുരുങ്ങി യൂട്രസും ഒക്കെ ഹോർമോൺസ് ഒക്കെ വിഡ്രോവലായി. അപ്പൊ അവർക്ക് അത്ര വരില്ല. ഒരു ബിലോ 40 ഉള്ളവർക്കാണ് കൂടുതൽ പ്രോബ്ലംസ്. അല്ലെ, എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റേത് ക്രമേണ ഇങ്ങനെ കുറഞ്ഞു ഗ്രാജുവൽ പ്രോസസ് ആയതുകൊണ്ട് വലിയ കുഴപ്പം വരും. അങ്ങനെ വരണം. എന്നാലും ഇമോഷണൽ ചേഞ്ചസും മെനപ്പോസ് ആയ പോലെ തന്നെ. അപ്പൊ ഇതിപ്പോ നമ്മള് ഒരു നേരത്തെ റിമൂവ് ചെയ്യുമ്പോൾ ഏർലി മെനപ്പോസ്, പ്രിമേച്ചർ മെനപ്പോസിന്റെ സിംറ്റംസ് ഒക്കെ വരും. അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ ഈ ഹിസ്റ്ററക്ടമി കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. പിന്നെ ഇപ്പൊ ഈ ഗ്രാഫൈറ്റിസും കോസ്റ്റിക്കും ഒക്കെ നമ്മൾ വൂണ്ട് ഹീൽ ചെയ്യാത്തതിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. വൂണ്ട് ഹീൽ ചെയ്യാതെ യൂസ് ചെയ്ത് നിൽക്കണ കേസ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അതെല്ലാം ഈ കീ ഹോൾ സർജറി പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ വരുന്ന വജനൽ ഹിസ്റ്ററക്ടമി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഇമോഷണൽ മെഡിസിൻ, ഫിസിയോളജിക്കൽ മെഡിസിനിലൊക്കെ നമുക്ക് കൊടുത്താൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഷ്യൻസ്. നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മൾ തന്നെ ചില സാഹചര്യങ്ങളിൽ ഹിസ്റ്ററക്ടമിക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലെ? ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, നമ്മളെ കൊണ്ട് പറ്റാത്തത് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, വേറെ ഹോമിയോ ഡോക്ടറിന്റെ അടുക്ക പോയി നോക്കിക്കോളൂ എന്ന് പറയും. അമൈൽ നൈട്രിക്കും ടിഞ്ചർ നല്ലതാണ്, 3X നല്ലതാണ്. ഒരു സംശയമുള്ളത് അമൈൽ നൈട്രോസം അമൈൽ നൈട്രിക്ക രണ്ടല്ലേ? അമൈൽ നൈട്രിക്കമാണ് മാഡം പറഞ്ഞത്. വീണ്ടും ഒരു സംശയം. ഓക്കെ, അപ്പൊ മാഡത്തിന് വളരെ നല്ല ഒരു ക്ലാസ് ആണ്. അല്ല എന്താണ് ഈ ഹിസ്റ്ററക്ടമിയെ കുറിച്ച് വളരെ നല്ല അറിവുകളാണ്. കാരണം ഒരു പക്ഷെ അടുത്തുള്ളവരൊക്കെ ആയാലും കുറച്ച് പേരെങ്കിലും ഹോമിയോപ്പതിയോട് കൂടുതൽ വിശ്വാസമുള്ളവർ എങ്ങനെയെങ്കിലും യൂട്രസ് എടുത്തു കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ഹോമിയോപ്പതി കൊണ്ട് പരിഹരിക്കാന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാവും. അവർക്ക് നമുക്ക് മാഡത്തിന്റെ ഈ ഇന്ന് പറഞ്ഞ ക്ലാസ്സുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി എന്തെങ്കിലും മാഡത്തിന് അത് വളരെ സന്തോഷം. മാഡം പറഞ്ഞതിന്റെ ബാക്കി കൂട്ടിച്ചേർക്കലുകൾക്കായിട്ട് മാഡത്തിന്റെ ഫ്രണ്ടും IFPHന്റെ ആദരണീയായ മറ്റൊരു അമ്മയും കൂടിയായ രമാദേവി അമ്പാടി മാഡത്തിന് സൂമില് വന്നിട്ട്. മാഡം അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാമോ? കുറച്ചു ദിവസമായി കണ്ടിട്ട്. ഹലോ, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ഞാൻ കിടക്കാണ്. ശരി. എന്റെ ഹിസ്റ്ററക്ടമി ചെയ്തിട്ട് ഇപ്പൊ 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. പിന്നെ
എനിക്ക് എനിക്ക് ഹിസ്റ്ററെക്ടമി ചെയ്യേണ്ടി വന്നു ഈ 77-ാമത്തെ വയസ്സില്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ മനോജ്, നമ്മുടെ ഇതിലെ ഈ IFBHലെ മനോജ് ഇത്തിരി വറീഡായിരുന്നു. കാരണം എൻ്റെ ഏജാണ് അവരെയൊക്കെ വിഷമിപ്പിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് മനോജ് എന്നോടത്ത് മനോജ് നമ്മളെ മോഡറേറ്റർ മനോജ് ആണോ? മോഡറേറ്റർ മനോജ്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരൻ എന്നെ ദിവസവും 2 പ്രാവശ്യമെങ്കിലും മിനിമം വിളിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പോണതിന്റെ തലേദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും അക്കണൈറ്റ് ടെന്നമും പിന്നെ അസറ്റിക് ആസിഡും ഫോസ്ഫറസും ഡോക്ടർ എന്തായാലും കഴിക്കണം, കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. പിന്നെ ഒന്നും പേടിക്കാനില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ധൈര്യം തരുമായിരുന്നു. ഞാൻ എന്തായാലും അക്കണൈറ്റ് ടെന്നം കഴിച്ചു, 1 ഡോസ് കഴിച്ചു. പിന്നെ ഫോസ്ഫറസ് 200ഉം 2 ഡോസ് കഴിച്ചു. പിന്നെ അസറ്റിക് ആസിഡ് 30 ഒരു 3 ഡോസ്. കാരണം തലേദിവസം 2 ഡോസും പോകുന്ന അന്ന് 1 ഡോസും കഴിച്ചു. അതിന്റെ ഇഫക്റ്റ് എന്താന്ന് വെച്ചാല് എനിക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കൊണ്ട് കിടത്തും നമ്മളെ ഒരു 4 മണിക്കൂർ. അപ്പൊ അവിടെ ഒരു 3-4 പേർക്കും കൂടി ഹിസ്റ്ററെക്ടമി മാത്രമല്ല വേറെ ഓരോ ഇതിനും ചെയ്ത് അവിടെ കിടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വോമിറ്റിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ വോമിറ്റിങ്ങിന് ബെൽച്ച് ചെയ്ത് വോമിറ്റ് ചെയ്യണു. ആ സമയത്ത് എനിക്ക് അത് കേട്ടിട്ടുള്ള ഒരു വോമിറ്റിംഗ് സെൻസേഷൻ അല്ലാതെ എനിക്ക് വോമിറ്റിംഗ് ഒരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ വോമിറ്റ് ചെയ്തില്ല. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ വന്ന് ഡോക്ടർ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നല്ല ഹെൽത്തി ഇതായിരുന്നു, പിന്നെ ഒട്ടും ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അവർ പോയി അവിടുന്ന് ഹിസ്റ്ററെക്ടമി ചെയ്തത് ആ ഡോക്ടറെയാണ് ഞാനും കാണിച്ചത്. അവർക്ക് 10 ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അവരും എൻ്റെ ഏജായിരുന്നു. അവർക്ക് എന്നെക്കാട്ടിലും 2 വയസ്സിന് മുമ്പാണ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 78 വയസ്സുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ അവർക്ക് 10 ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 1 ദിവസം പോലും ബ്ലീഡിങ് ഉണ്ടായില്ല, വോമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ഡേ തന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. അത് ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നല്ലൊരു പേഷ്യൻ്റ്, പക്ഷെ ആൻറ്റി ഇനി എന്നെ അന്വേഷിച്ച് വരണ്ട, എന്നാലും നല്ല പേഷ്യൻ്റ് ആണെന്ന്. ഇപ്പോഴും നല്ല പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ ഇനി ഒരു വരണമെന്നാണല്ലോ, അങ്ങനെ വരണ്ട, പക്ഷെ നല്ല പേഷ്യൻ്റ് എന്ന് എന്നെ വന്നിട്ട് എന്നെ ഇങ്ങനെ തോളിൽ തട്ടി പറഞ്ഞു. അത് നമ്മുടെ മെഡിസിൻ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മെഡിസിൻ കഴിച്ചിരുന്നു, ഇങ്ങനെ വോമിറ്റ് ചെയ്യാതിരിക്കാനും ബ്ലീഡിങ് ഇല്ലാതിരിക്കാനും മെൻ്റൽ ഈ ഭയമൊന്നും ഇല്ലാതിരിക്കാനും ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നു പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ആ ഡോക്ടർ ചോദിച്ചു, അതിനൊക്കെ മരുന്നുണ്ടോ നിങ്ങളുടെ ഹോമിയോപ്പതിയിൽ എന്ന് ചോദിച്ചു. ഇതാണ് എൻ്റെ സ്വന്തം അനുഭവം പറയാനുള്ളത്. മാഡം എല്ലാവർക്കും പ്രയോജനമായിരിക്കും, വളരെ പ്രയോജനമായിരിക്കും. ഫിയർ നമുക്ക് ഫിയർ പ്രിവെന്റ് ചെയ്യാനായിരുന്നു അക്കണൈറ്റ് അല്ലേ രമേ? അക്കോണൈറ്റ് ടെന്നം അതിന് അസറ്റിക് ആസിഡ് 30, അസറ്റിക് ആസിഡ് പിന്നെ ഫോസ്ഫറസ്. ഓക്കെ. മാഡം ഈ യൂട്രസ് എടുക്കേണ്ടി വന്ന സാഹചര്യം ഫൈബ്രോയിഡ് ആണോ? അല്ല, അത് പ്രൊലാപ്സ് യൂട്രസ് ആയിരുന്നു. പ്രൊലാപ്സ് യൂട്രസ്. മാഡം എനിക്കൊരു എൻ്റെ ഹസ്ബൻഡ് വെറ്ററിൻ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ ഹോം നഴ്സിനെ കൊണ്ട് തൊടിയിച്ചിട്ടില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തിരുന്നത്. ആൾ ഇത്തിരി റോബസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കൊരു പ്രൊലാപ്സ് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വർഷവും ഞാൻ മെഡിസിൻ കഴിച്ചാണ് അത് മാറിയത്. പക്ഷെ ലാസ്റ്റ് 1 year ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഈ സിസ്റ്റോസീൽ വന്നു. പ്രൊലാപ്സ് അല്ല, യൂട്രസ് നോർമലായിരുന്നു, അതിൻ്റെ ഇതിലായിരുന്നു സിസ്റ്റോസീൽ. ബ്ലാഡർ പ്രൊലാപ്സ് ചെയ്തു, ബ്ലാഡറിന്റെ ലിഗമെന്റ് ഒന്ന് ഇത് ചെയ്തു. അപ്പോഴാണ് അത് പെൽവിക് ഫ്ലോർ കറക്റ്റ് ചെയ്തിട്ട് ബ്ലാഡർ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഈ യൂട്രസ് എടുത്തു കളഞ്ഞു. യൂട്രസ് കംപ്ലീറ്റ് ഹിസ്റ്ററെക്ടമി, യൂട്രസും ഓവറിയും എല്ലാം കളഞ്ഞു. നമ്മുടെ മെഡിസിൻ കഴിക്കണോണ്ടാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞത് ഫലോപ്പിയൻ ട്യൂബെല്ലാം എന്നെ എടുത്തോ എന്നും പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ പോയി നമ്മുടെ ഹോമിയോപ്പതിയുടെ വിജയം തെളിയിക്കാനും കൂടി സാധിച്ചു. മാഡം ഈ സിസ്റ്റോസീലായിരുന്നപ്പോ എന്തൊക്കെ
ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? സിസ്റ്റേഴ്സ് എന്നിട്ട് അത് യൂറിൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമ്മുടെ യാത്ര. പ്രത്യേകിച്ച് എനിക്കിത് കൂടുതൽ വരാൻ വെച്ചാൽ ഞാൻ അമേരിക്ക പോയപ്പോൾ 24 hours എനിക്ക് ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടി വന്നല്ലോ, മോർ ദാൻ 20 hours. അപ്പൊ ആ സമയത്താണ് അത് കൂടുതൽ ബാധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യൂറിൻ എപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് once in 2 hours ഒക്കെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അങ്ങനെ അതായിരുന്നു. പിന്നെ കൺട്രോൾ ഇല്ലാതെ പോണ പോലെ തോന്നുക. പിന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുമായിരുന്നു. ആ സിസ്റ്റോസിയില് നമ്മൾ ബ്ലാഡർ വെളിയിലേക്ക് ഇങ്ങനെ വരണ പോലെ. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് വല്ല ഇൻസേർട്ട് ചെയ്യുമ്പോൾ വല്ല ഇൻഫെക്ഷൻ ആയാലോ, നമ്മുടെ നഖം അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്താലും എന്തെങ്കിലും ഒരു വിധത്തിൽ ഇൻഫെക്ഷൻ ആയാലോ എന്ന് പേടിച്ചിട്ടാണ്. അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അത് വെച്ച് റിസ്ക് എടുക്കണ്ട, ഇനിയും പോയി കഴിഞ്ഞാൽ ഏജ് കൂടുതലല്ലേ, അതുകൊണ്ട് അത് ചെയ്യാറുന്നതാണ്. അപ്പൊ നമുക്ക് മെഡിസിൻ കഴിച്ചാൽ നമുക്ക് മാറും. ഇപ്പൊ 8-9 കൊല്ലം, 9 അല്ല 11-12 കൊല്ലത്തോളം ഞാൻ ഇത് ഇത് അവോയ്ഡ് ചെയ്തോണ്ടിരുന്നു നമ്മുടെ മരുന്ന് കൊണ്ട്. എലോണിയസും യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുന്ന പോലെ തന്നെയാണോ ഈ ബ്ലാഡർ പ്രൊലാപ്സ്? ബ്ലാഡറും നമുക്ക് യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുമ്പോൾ നമുക്ക് PV ചെയ്യുമ്പോൾ അറിയാലോ, സെർവിക്സ് നമുക്ക് ഫീൽ ചെയ്യും. ഈ സെർവിക്സ് നമുക്ക് ഇങ്ങനെ ഈ ഇത് പ്രൊട്രൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ സെർവിക്സ് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് തോന്നുക ആ സെർവിക്സ് അല്ല, ഒരു ഒരു ബാഗ് പോലെ തോന്നും. മനസ്സിലായോ? അപ്പൊ അത് ഞാനിത് പറയണെന്താ വെച്ചാൽ സബ്ജക്റ്റീവ് സിംറ്റം ആയതുകൊണ്ടാണ്. എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്ത സിംറ്റംസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ അത് കൂടുതൽ ഉപയോഗപ്രദമാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോടുള്ള ആ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ചോദിച്ചതാണ്. അല്ലാതെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ഹോമിയോ മരുന്ന് എത്ര നാളുകൊണ്ട് കഴിക്കുന്ന അതൊക്കെ കൊണ്ടാണ് കൂടുതൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സിംറ്റം വരുമ്പോഴൊക്കെ ഞാൻ കഴിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ എന്റെ യൂട്രസിനൊന്നും വളരെ ഹെൽത്തി ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച ബൾക്കി യൂട്രസ് ആവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇതിന് ബ്ലാഡറിനെ തള്ളിയത്. പക്ഷെ യൂട്രസ് ഒക്കെ നോർമൽ ആയിരുന്നു. ഓൺലി തിങ് ഈ ഒരു കാരണമാണ്, ആ വെയിറ്റ് എടുത്തതിന്റെയാണ്. മാഡം മെഡിസിൻ കഴിച്ച് മാനേജ് ചെയ്ത് അങ്ങനെ റെസ്റ്റ് കൊടുത്ത് പോയിരുന്നെങ്കിൽ ചിലപ്പോ കുഴപ്പമില്ലാതെ പോയേനെ. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സും ഈവൻ ശാന്തയ്ക്ക് പോലും പേടിയായിരുന്നു. എന്റെ ഏജ് ഒന്നാമത്തെ ഒരു 10-24 കൊല്ലത്തിന് മുമ്പ് ഒരു അറ്റാക്ക് വന്നതാണ്. അപ്പൊ എങ്ങനെ ഞാൻ ഈ ഇത് എന്താ പറയുന്നതിന് മയക്കുമരുന്ന് നമ്മുടെ ഇത് ചെയ്യുന്നല്ലോ, എന്താ അതിന് പറയുന്നത്, അനസ്തേഷ്യ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതായിരുന്നു. എന്നെ ഇവിടെ വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ അനസ്തേഷ്യ എന്നെ പേടിപ്പിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാലോ ഓപ്പറേഷൻ ടേബിളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇതാണല്ലോ ഹാർട്ടിന്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചതാണ്. അപ്പൊ എന്നിട്ടാണ് ഞാൻ അവിടെ പോയത്. എന്തായാലും നല്ല നമ്മുടെ ഹോമിയോപ്പതി നല്ല മെഡിക്കേഷൻ തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ സൂമിൽ വരാൻ പറ്റി. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റി. ഇതിനൊക്കെ ഉള്ള നിയോഗം താങ്ക്സ് ടു ഹോമിയോപ്പതി, താങ്ക്സ് ടു ഗോഡ്. പിന്നെ എന്നെ ചുറ്റിപ്പറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞാൻ മനോജിനെ അതിനുശേഷം 2-3 പ്രാവശ്യം വിളിച്ചു, എനിക്ക് കിട്ടണില്ല. പക്ഷെ പറഞ്ഞില്ല, അറിഞ്ഞില്ല. മനോജ് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പൊ എന്തായാലും മാഡം ഇനി എല്ലാം പെട്ടെന്ന് റിക്കവറായി ഒരു ദിവസത്തെ ക്ലാസ് തന്നെ എടുക്കത്തക്കോണം വീണ്ടും സൂമിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട്. എന്റെ ക്ലാസ്സിൽ വന്നില്ല സൂമിൽ. എന്തോ ഞാൻ വന്നു, ഞാൻ അപ്പൊ തന്നെ വന്നു, ഞാൻ ഉറങ്ങിപ്പോയി. എന്റെ ക്ലാസ്സിൽ സൂമിൽ വന്നല്ലോ. രമയുടെ കംപ്ലൈന്റ് തന്നെ ഞാൻ പ്രസന്റ് ചെയ്തു. അല്ല, ഞാന് ഉറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് ഞാൻ അലാം വെച്ചിരുന്നു, എന്നിട്ടും അലാം അടിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഉണരുമായിരുന്നു. പിന്നെ 9:50 ഞാൻ കയറിയത്. ഒരു മെഡിസിനും കൂടെ പറയാം. തയോസിയാമിനും നമുക്ക് ഹിസ്റ്റക്ടമി
ഹിസ്റ്ററക്ടമി അല്ല, ഏത് സർജറിയുടെയും ആഫ്റ്റർ എഫക്റ്റും കീലോയിഡും പിന്നെ ആ ഒരു ഹാർഡനിങ് ഓഫ് ദ ടിഷ്യൂന് നമ്മളെ എല്ലായിടത്തും കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് തയോസ്യാമിനും കൊടുക്കും. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടിച്ചേർക്കലുകൾ വേണം, എങ്കിലല്ലേ ശരിയാവും, പൂർത്തിയാവും. ആ, അപ്പൊ അതെ. അതുകൊണ്ട് മറ്റു ഡോക്ടേഴ്സിന് ആർക്ക് വേണമെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ വളരെ സന്തോഷം. ഒരാൾ കൂട്ടിച്ചേർക്കാൻ ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. അനിൽകുമാർ ഡോക്ടർക്ക് കൂട്ടിച്ചേർക്കാനല്ല, എനിക്കൊരു കാര്യം ശാന്ത ഡോക്ടറോട് ചോദിക്കാനാണ്. അത് ശരി, അതും ആവാം. അതായത് ഈ പല കേസുകളും എല്ലാവരും ഡോക്ടർമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലീഡിങ് കൺട്രോൾ ആണ്, യൂട്രൈൻ ബ്ലീഡിങ്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? എനി ടിപ്സ് ടു ഷെയർ? ബ്ലീഡിങ് നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും പല കേസുകളും കൺട്രോൾ ആവില്ല. ഞാൻ ഫോസ്ഫറസ് വണ്ണം കൊടുക്കും ഡോക്ടർ. ഫോസ്ഫറസ് ഒന്നും കൊടുത്താൽ പോലും ചിലപ്പോൾ നിൽക്കത്തില്ല. പല ടിഞ്ചേഴ്സും ട്രൈ ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. 2-3 കേസിലെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവര് കൊടുക്കുന്നത് പ്രൊജസ്ട്രോൺ ആണ്, ഇംഗ്ലീഷുകാര്. ഞാൻ പ്രൊജസ്ട്രോൺ 30 വരുത്തി കൊടുത്തു നോക്കി. 3 കേസിൽ കൊടുത്ത് 3 കേസും സക്സസ് ആണ്. 3 കേസും സക്സസ് ആയോ? സക്സസ് ആയി. 3 കേസിലേ കൊടുത്തോളൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുത്തിയ മെഡിസിൻ ആണ്. മെഡിസിൻ കൊടുത്തിട്ട് കുറയാതെ വന്നപ്പോഴാണോ ഇത്? അതേ ഏത് കേസിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റഡ് സബൈൻ, അട്രില്ലിയം, സകല സാധനം കൊടുത്തു നോക്കി, ഒരു റിസൾട്ടും ഇല്ല. കൺട്രോൾ ആവണ്ടേ? ദിവസങ്ങള് മാസങ്ങൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ബ്ലീഡിങ് കൺട്രോൾ ആവാതെ. അപ്പോഴേ പോയി യൂട്രസ് റിമൂവ് ചെയ്യുന്നത്, ഹിസ്റ്ററക്ടമി നടത്തുന്നത്. അപ്പൊ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയാൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വിജയമായിരിക്കും. പോസിറ്റീവ് ഫാക്ടർ ഉണ്ടോ അനിൽ? പോസിറ്റീവ് ഫാക്ടർ മിക്കവാറും ഫൈബ്രോയിഡ് അങ്ങനെയുള്ള കേസുകളൊക്കെ കാണും. അല്ലാതെ തന്നെയും വരുന്നുണ്ട്. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ വരുന്നുണ്ട്. യുസ്റ്റിലാഗോ കൊടുത്തു നോക്കോ ഡോക്ടറെ? യുസ്റ്റിലാഗോ 3x. ഞാനും മാഡം എല്ലാ പൊട്ടൻസിയും കൊടുത്ത് സകല പൊട്ടൻസിയും സകലതും വാങ്ങിച്ചു വെച്ച് കൊടുത്തു നോക്കി. ഒരു മിനിമം ഡോസ്, അല്ലാത്ത ഡോസ് ഒഴിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു നോക്കി. കൺട്രോൾ ആവില്ല. ഫോസ്ഫറസും ഒക്കെ കൊടുത്തു. ഫോസ്ഫറസ് 0/1 to 30 വരെ എൻ്റെ ഉണ്ട്. എനിക്ക് ഒരു കേസില് എന്റെ ക്ലിനിക്കിൽ വന്നത് വെല്ലിഫോളിയം, സബൈന, സകലതും കൊടുത്തു നോക്കി. പല കേസുകൾ, ചില കേസുകൾ കുറയുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും വീണ്ടും റിക്കർ ചെയ്യും. എന്നാലും താങ്ക്സ് അനിൽ. ഇനി ഞങ്ങളും പ്രൊജസ്ട്രോൺ ട്രൈ ചെയ്ത് നോക്കാം. പ്രൊജസ്ട്രോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രൊജസ്ട്രോൺ ആണല്ലോ അവരും കൊടുക്കുന്ന. അതിന്റെ നമ്മുടെ ഡൈനാമിക് ഫോഴ്സ് ഈ പറഞ്ഞ ചൈന ദിവ്യശ്രീ ഡോക്ടർ അതുമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അശോക ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊക്കെ CM ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഇപ്പൊക്കെ CM കൊടുത്തു കഴിഞ്ഞാൽ കുറയും. അതും മിനിമം ഡോസിൽ കൊടുത്തു നോക്കി, നോ ആക്ഷൻ, കൺട്രോൾ ആവില്ല. ചിലർക്ക് അതായത് നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റൽ ഫ്ലൂയിഡിന് കുറയില്ല. അപ്പൊ ഹീമോഗ്ലോബിൻ കുറവ് വരും. കുറവ് വരുമ്പോ പിന്നെ പേഷ്യന്റ് നിൽക്കത്തില്ല, പിടിച്ചിരിക്കാക്കൂല. പേഷ്യന്റ് പോകുമ്പോ അവര് കുറെ ചീത്ത പറയും. അവരിഞ്ഞ് തയ്യാറെടുത്തിരിക്കണം, ആരെ കിട്ടിയ യൂട്രസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഞാനൊരു പുതിയ ഒരു ചിന്താഗതി നോക്കിയിട്ടാണ് ഈ പ്രൊജസ്ട്രോൺ 30 ട്രൈ ചെയ്ത് നോക്കിയത്. കൂടുതലും അലോപ്പതിക്കാര് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടായിരിക്കും നമ്മളടുത്ത് വരുന്നത്. ഇവിടെ ഒന്ന് നോക്കാന്ന് പറയും. അപ്പൊ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ക്രെഡിറ്റ് അല്ലേ നമ്മുടെ സിസ്റ്റത്തിൽ. ഇപ്പം രമാദേവി ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ക്രെഡിറ്റ് ആണ്. എല്ലാം മാറ്റാന്നുള്ളതല്ല. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്നത് യൂട്രസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഹൃദയമാണ്. അപ്പൊ അത് സേവ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. മറ്റേ ബ്ലീഡിങ് കാണുമ്പോഴേ ചെല്ലുമ്പോഴേ റിമൂവ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു 80%ഓ 90% ഒഴിവാക്കിയാൽ അതൊരു വലിയൊരു സംഭവമായിട്ട് മാറുമല്ലോ. അനിലേ, വേറെ കാര്യം ഒന്ന് ട്രൈ ചെയ്തോ? അതായത് വെൻ ഇൻഡിക്കേറ്റഡ് റെമഡി ഫെയിൽസ് വി ഹാവ് ടു ഗിവ് സം മെഡിസിൻസ് അല്ലേ? അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോ? അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിനാണ് ഇന്റർ കറന്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ആന്റിമയാസ്മാറ്റിക് നോക്കി, സകല പരിപാടി നിക്കത്തില്ല. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മുടെ ടിഞ്ചേഴ്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്ലീഡിങ് കൂടുന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്ന അനുഭവം. ടിഞ്ചേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കും. അതിന് ഞാൻ മിനിമം ഡോസ് ട്രൈ ചെയ്തു നോക്കി. 8-10 ഡ്രോപ്പ് എടുത്തിട്ട് 3 ഡ്രോപ്സ് ചെയ്താൽ ഓരോ മണിക്കൂറിൽ കൊടുത്തു നോക്കി. 0 ബാറിൽ കൊടുത്തു നോക്കി. വണ്ണം പല പൊട്ടൻസീസ് പല വെറൈറ്റി കൊടുത്തു നോക്കി. എന്നിട്ട് കൺട്രോൾ ആവുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കിടന്ന് മൂക്കിട്ട് ഓപ്പറേഷൻ എന്തോ ഇതില് കൺട്രോൾ ആയി.
ഇതിപ്പോ ഒരു 3 കേസിൽ കൺട്രോൾ ആയിട്ടുണ്ട്. 3 കേസിൽ ട്രൈ ചെയ്തുള്ളൂ. ബാക്കി കൂടെ കൺട്രോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ട്രൈ ചെയ്തതിന് ശേഷം അത് ഞാൻ മിനിമം ഡോസാണ് കൊടുത്തത്. അതായത് ഒരു 8-10 ഡ്രോപ്പ് എടുത്തിട്ട് ഹാഫ് ഔൺസിൽ എടുത്തിട്ട് ബാക്കി അക്വയും സ്പിരിറ്റും ഇതും കൂടെ ആഡ് ചെയ്തതിനു ശേഷം 3 ഡ്രോപ്സ് ഇത് അടുപ്പിച്ച് കൊടുത്തപ്പം പിടിച്ചു കൊണ്ടുവരെ സ്റ്റോപ്പ് ആവുന്നു. അപ്പൊ അങ്ങനെ അത് ഒരു റിസൾട്ട് ആയിട്ട് ഞാൻ പറയുന്നു. ഞാൻ ഒന്നുകൂടെ സ്റ്റഡി ചെയ്തിട്ട് 100% പറയാം. തീർച്ചയായിട്ടും ഇത് 100% തന്നെയാണ് അനിലെ. എന്താണെന്നറിയാമോ, 3 കേസിന് കൊടുത്തു, 3 കേസും സക്സസ് ആയി. മീൻസ് ഇറ്റ്സ് 100%. പക്ഷെ അത് ഞങ്ങളും ട്രൈ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രൊജസ്ട്രോൺ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇല്ല. ഫോളോ അപ്പ് ചെയ്യാം. മെഡിക്കൽ സ്റ്റോറിലൊന്നും ഇല്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൽ പറയാം, ഈ ഫീൽഡിൽ പറയാം. അത് തന്നെ, മെഡിക്കൽ സ്റ്റോറിലൊന്നും ഇത് കിട്ടത്തില്ല. ഞാൻ സെന്റ് ജോർജിൽ നിന്ന് ഡയറക്റ്റ് വരുത്തിയതാണ്. എനിക്ക് എന്റെയും ശാന്തയുടെയും കയ്യിൽ ഞങ്ങൾക്ക് ഫോറിനിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഡോക്ടർ നെഞ്ചത്ത് തന്ന മെഡിസിൻ ഇരിക്കുന്നുണ്ട്. ഇല്ലേ ശാന്തേ? നോക്കാം. അവരിതിന് ഉടൻ കൊടുക്കുന്ന ഹോർമോൺ ആണല്ലോ. അപ്പൊ നമുക്കത് സിംറ്റവും ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ കൊടുത്താൽ മതി, പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ കൈപ്പടി നിൽക്കും. അതെ. അപ്പൊ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ശാന്ത ചേച്ചിയുടെ രമ ചേച്ചിയുടെ ഉണ്ട് സാധനം. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടോ? ഡോക്ടേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും അഡീഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയാം. മനോജ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ദിവ്യശ്രീക്ക് ഒരു താങ്ക്സ്, എന്നോട് താങ്ക് യു പറഞ്ഞതിന്. ഡോക്ടർ ദിവ്യശ്രീക്ക്. ഓക്കെ. മനോജ് ഡോക്ടർ, ഹിസ്റ്ററക്ടമിയാണ് വിഷയം. എന്താണ് ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഹിസ്റ്ററക്ടമിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മനോജ് ഡോക്ടറെ ക്ഷണിക്കും. മനോജ് ഡോക്ടർ അൺമ്യൂട്ട്. കേൾക്കാം ഡോക്ടറെ. അല്ലാതെ ഈ പറയുന്ന ഓരോ ക്രൈസിസ് ആണല്ലോ. എന്നാലും പൊതുവെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോ ചില എന്താ പറയാ എൻഡോക്രൈനോളജിക്കൽ പ്രോബ്ലംസ് പൊതുവെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മള് ഈ തൈറോയിഡിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആകാൻ നല്ലതായിരിക്കും ഒരു ഹിസ്റ്ററക്ടമി കഴിയുന്നവര്. അതുപോലെ തന്നെ ഈ കാൽസ്യം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നടക്കണം. പിന്നെ കൂടുതൽ ഈ പറയുന്ന എന്താ പറയാ അറ്റൻഷൻ ഡൈവേർഷൻ ആവശ്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. പിന്നെ ശാന്ത ഡോക്ടറും രമാദേവി ഡോക്ടറിന്റെ അവസാന വാക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും രമാദേവി ഡോക്ടറും ശാന്ത ഡോക്ടറും പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടറെ. സന്തോഷം. ഞാൻ അതൊന്നും പറഞ്ഞില്ല, ജനറൽ മാനേജ്മെന്റ് ഒന്നും പറഞ്ഞില്ല ഡോക്ടറെ. നമ്മൾ ഹോമിയോപ്പതി മാത്രം പറഞ്ഞു. ജനറൽ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തായാലും ഹോർമോൺ തെറാപ്പി, വൈറ്റമിൻസ് അതെല്ലാം അവര് കൊടുക്കും, അതെല്ലാം ചെയ്യും. പിന്നെ നമ്മളുടെ മെഡിസിൻ കൊടുക്കാൻ പറ്റുമ്പോ നമ്മളെ ആശ്രയിക്കുന്നവര്, നമ്മളെ വിശ്വസിക്കുന്നവര് വരുമ്പോ നമുക്ക് കൊടുക്കാം. ഓപ്പറേഷന് ശേഷം സർജറി ചെയ്ത് വീട്ടിൽ വന്നാൽ ഉടൻ തന്നെ എന്തൊക്കെ ഹോമിയോപ്പതി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാഡം പറഞ്ഞത്. അല്ല, അതാണല്ലോ നമ്മൾ എല്ലാരും പ്രതീക്ഷിക്കുന്നത്. മറ്റെല്ലാരും പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ സ്റ്റാഫിസാഗിരി പോലെ തൂജ സ്റ്റാഫിസാഗിരി ഒക്കെ നല്ലതായിരിക്കും അല്ലേ? ഫസ്റ്റ് വരുന്നത് സ്റ്റാഫിസാഗിരി, തൂജ. പിന്നെ റഫാനസോ ഏതോണ്ട്, ഗ്യാസ് ഉണ്ടോ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസിന് അല്ലേ? റഫാനസ് ഉണ്ടോ, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടോ? റഫാനസ് വരാം, നക്സ്മോസ്റ്റിക് വരാം. നെക്സ്മോസ്, അതെ. പിന്നെ അതുപോലെ ലാപ്രോസ്കോപ്പിക് സർജറിയിലാണ് ഇത് ഗ്യാസ് ഫോർമേഷൻ കൂടുതൽ ഉണ്ടാവുക. അതെ. എനിക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മനോജ്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് മനോജ് പറഞ്ഞ പോലെ ഞാൻ എല്ലാ മരുന്നും കഴിച്ചിട്ട് പോയിട്ട് അവിടെ ഒരു താരമായി. മനോജ് ഡോക്ടറെ കാര്യം അമ്പാടി മാഡം ഞങ്ങളോട് പറഞ്ഞു. മനോജ് ഡോക്ടർ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ അമ്പാടി മാഡത്തിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതെല്ലാം കഴിച്ച് മിടുക്കിയായിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാനും ഛർദിലില്ലാതെയും പേടിയില്ലാതെയൊക്കെ മിടുക്കിയായിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എന്നോട് ആക്കണായിട്ട് കഴിക്കാൻ പറഞ്ഞു. എന്നോട് കമ്പൽസറി ആയിട്ട് കഴിക്കാൻ തലേ ദിവസവും വിളിച്ചു പറഞ്ഞു.
അക്കണൈറ്റ് അതെ. കഴിക്കണം, അസറ്റിക് ആസിഡ് കഴിക്കണം, ഫോസ്ഫറസ് കഴിക്കണം, പിന്നെ അസറ്റിക് ആസിഡ് കയ്യിൽ വെക്കണം, പിള്ളേരുടെ കയ്യിൽ കൊടുക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് തരാൻ പറയണമെന്ന് പോലും പറഞ്ഞു മനോജ്. എന്നിട്ട് മനോജിനെ ഞാൻ ധൈര്യപ്പെടുത്തുമായിരുന്നു. മനോജ് ഡോക്ടർ, നമുക്കേ മനോജ് ഡോക്ടർ, ഇത് നമുക്ക് ഈ സെയിം പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഏത് സർജറിക്കും കൊടുക്കാമല്ലോ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ. ഞാൻ പല്ല് പറിക്കാൻ പോകുന്നവർക്ക് കൊടുക്കാറുണ്ട്, ഫോസ്ഫറസ് കൊടുക്കാറുണ്ട്. അല്ല പല്ല് മേഡം, പറിക്കാൻ നമ്മളിനിയിപ്പോ നമ്മുടെ സമഗ്ര ചികിത്സ സമഗ്ര ചികിത്സ എന്ന് പറഞ്ഞ ഒരു സെഷൻ വെക്കുന്നുണ്ട് മേഡം മലയാളത്തിലെ. നമ്മുടെ ആ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള അഭിപ്രായം പറയാൻ ഒരു തുടക്കം നമ്മൾ കുറിക്കുകയാണ്. അപ്പൊ ഞാൻ അജയകുമാർ സാറിനെ വിളിച്ചിട്ടുണ്ട്, താമസിയ സാറ് വരും സമഗ്ര ചികിത്സയെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ പറയാം മേഡം. അതെ. നമുക്ക് പല്ലെടുക്കുമ്പോഴില്ലേ മില്ലിഫോളിയം 200 ഒരു 2-3 ഡോസ് കഴിച്ചു കഴിഞ്ഞാല് ഒട്ടും അതെ. ബ്ലീഡിങ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു 4-5 പല്ലെടുത്തു. ഒറ്റ പ്രാവശ്യം പോലും എനിക്ക് അവർ ഒരു മരുന്നും തന്നിട്ടില്ല. ഒട്ടും ബ്ലീഡിങ്ങും ഉണ്ടാവാറില്ല. അതെ. ഞാൻ മില്ലിഫോളിയം കഴിച്ചിട്ടാ പോണത്. അതെ. ഞാൻ പല്ലെടുത്തപ്പോ കഴിച്ചത് ആർണിക്ക 200 ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എവരി അവർലി 5 പല്ലെടുത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവർ ആക്മെന്റും കഴിക്കണമെന്ന് ഞാൻ ആക്മെന്റും കഴിച്ചില്ല, ആർണിക്ക മാത്രമേ കഴിച്ചുള്ളൂ. അതെ. അതെ. കംപ്ലീറ്റ് നോർമൽ. ഞാൻ ഇതിനുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യഹിയ പറഞ്ഞൊരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ എന്താണ് കലണ്ടുല ടിഞ്ചർ വെച്ച് വാഷ് ചെയ്യുക, കുഴുക്കുഴിയ, ഭയങ്കര എഫക്റ്റീവ് ആണ്. പെട്ടെന്ന് ഹീലിംഗ് പ്രോസസ് കൂടും. ഓക്കെ, ഒരാൾക്കൂടെ ഒരു അവസരം കൊടുത്തോട്ടെ. ഡോക്ടർ രഞ്ജന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. രഞ്ജന ഡോക്ടർക്ക് സംസാരിക്കാമോ? സംസാരിച്ചോളൂ ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടർ. ഓക്കെ. ഓക്കെ മാഡം. കേൾക്കാം, പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞു. ഓക്കെ മാഡം, എനിക്ക് സംശയം ഓവേറിയൻ സിസ്റ്ററിന്റെ ഒരു പേഷ്യന്റ് ഉണ്ട്. 42 ഇയേഴ്സേ ആയിട്ടുള്ളൂ. പുള്ളിക്കാരിക്ക് ഓവേറിയൻ സിസ്റ്റർ മൾട്ടിപ്പിൾ ഉണ്ട്, ഒരു 2.8, 3.2 ആ ഒരു സൈസിലുണ്ട്. അപ്പം കൂടുതലും ഡിസ്മെനോറിയ ആണ്. നമ്മൾ കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതിന് സ്റ്റിൽ പെയിൻ ആണ്. പീരീഡ്സ് കഴിഞ്ഞു, ഇപ്പൊ ഒരു 8, 10, 12 ദിവസമായി. എന്നാലും ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര പെയിൻ ആണ്. ടീച്ചറാണ് ആളെ, പക്ഷേ ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കണ്ടീഷൻ ആണേ. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റാ മാഡം. അല്ല സോറി, അഡ്ഹറന്റ് ആയിട്ട്, അല്ല സോറി, റൈറ്റ് അഡ്ഹറന്റ് ഓവറി എന്നാ കാണിക്കുന്നത്. ലെഫ്റ്റ് ആണ് കണ്ടീഷൻ. ഞാൻ 3x ഒക്കെ കൊടുത്തു, 10m പോയില്ല. എപ്പിസ്റ്റെന്നം കൊടുത്തു. പെയിൻ ഉണ്ടല്ലോ, സിവിയർ പെയിൻ ഇല്ലേ, അപ്പൊ എപ്പിസ്റ്റെന്നം കൊടുത്തു. ടെന്നം കൊടുത്തിട്ട് അഡ്ഹറന്റ് ആവുമ്പോ തയോസ്യാമിനും കൂടി കൊടുക്കാൻ പറയാതെ. അഡ്ഹറൻസ് മാത്രമേ ടെൻഷൻ ഈ പറഞ്ഞ പോലെ എമോഷണലും. അത് ഞാൻ സ്റ്റാഫിസാഗിയ കൊടുത്തായിരുന്നു ഇന്ന്. അങ്ങനെ ഒരു ഹിസ്റ്റക്ടമി എന്നൊരു കണ്ടീഷനിലേക്ക് തന്നെ അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 2 ഇയേഴ്സ് ആദ്യം ഹിസ്റ്റക്ടമി വേണ്ട, എപ്പിസ്റ്റെന്നം കൊടുക്കുമ്പോ കുറയും. ഇൻഫ്ലമേഷൻ ആദ്യം മാറട്ടെ. ഇൻഫ്ലമേഷൻ മാറിക്കഴിയുമ്പോ ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഇത് സിസ്റ്റ് കുറഞ്ഞോളും. തയോസ്യാമിനും കൊടുത്താൽ അഡ്ഹറൻസും മാറും. ശരി. കൊടുക്കാം മാഡം. എങ്ങനെ റിപ്പീറ്റേഷൻ എങ്ങനെയാ വരുന്നേ? തയോസ്യാമിന് 3 നേരം കൊടുക്കും, 3 TDS കൊടുക്ക്. 2 ഡോസ്. ഓക്കെ, വീക്കിലി. ശരി മാഡം. തൈറോയ്ഡ് എങ്ങനെയാന്ന് ജയലളിത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുമല്ലോ. അപ്പൊ അത് തൈറോയിഡും എഫക്ട് ചെയ്യും. ജയലളിത ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവറിൻ ഹോർമോൺ, യൂട്രൈൻ ഹോർമോൺസ് ഒക്കെ ബ്ലോക്ക് ആവില്ലേ, അപ്പൊ തൈറോയിഡിനെയും എഫക്ട് ചെയ്യും. അപ്പൊ തൈറോയിഡും ചെക്ക് ചെയ്യേണ്ടി വരും ഹിസ്റ്റക്ടമി ചെയ്ത പേഷ്യൻസ്. കണ്ടിന്യൂസ് കൊടുക്കും. ശരി. പിന്നെ മാഡം ഒരു കേസും കൂടെ ചോദിച്ചോട്ടെ. നമ്മളിപ്പം കോമൺ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്നതാണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഫ്രണ്ട്സിന് ഇടയിലായാലും ഒരു 40 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വജൈനൽ ഡ്രൈനെസ്സും ഇപ്പം ഒരു എന്താണ് ഡിസ്പെറണിയ ആ കണ്ടീഷനൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഡിസ്കസ് സെപ്റ്റിയ, അർജന്റൈനൈട്രേറ്റ്, സെപ്റ്റിയ അവരുടെ മാനസിക കണ്ടീഷൻ നോക്കും. മിക്കവാറും വീട്ടിലെ പ്രോബ്ലംസ് വല്ലതും ഉള്ളതാണെങ്കിൽ സ്റ്റാഫിസാഗ്രിയിൽ നിൽക്കും. സ്റ്റാഫിസാഗ്രിയ, നാട്രമോർ, സെപ്റ്റിയ, അർജന്റൈനൈട്രേറ്റ്, അതൊക്കെയാണ് വരുന്നത്.
40 years എന്നൊക്കെ പറയുമ്പോ ഫാമിലി പ്രോബ്ലംസ് ഇങ്ങോട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാക്സിമം ഡീപ്പായിട്ട് ചോദിച്ചിട്ട് പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ മാക്സിമം ഒരു മെഡിസിൻ കൂടെ പിന്നെ പറയാം, അവരോട് ബെർബറിസ് വൾഗാരിസ് 30. ആ ശരി ശരി. പിന്നെ ഭയങ്കര അവരോട് എഫക്റ്റീവാണ്. നാട്രിയം ഓക്കെ. കാർബും നല്ലതാണ്. പിന്നെ അവരോട് ഹിപ്പ് ബാത്ത് എടുക്കാൻ പറയണം. ശരി സിറ്റ്സ് ശരി. ബാത്ത് ഓക്കെ. ബാത്ത് എടുക്കാൻ പറയണം. ഡോക്ടറെ ബെർബറിസ് വൾഗാരിസ് ഏത് പൊട്ടൻസിയാ അനിൽ ഡോക്ടറെ? 30 ആണ് ഞാൻ കൊടുക്കാറ്. ശരി. ഓക്കെ മാഡം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ നല്ലൊരു ക്ലാസ്സും തുടർന്നുള്ള ചർച്ചയും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ല ഒരു ക്ലാസ് എടുത്ത ഹിസ്റ്ററക്ടമിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ പങ്കുവച്ച ശാന്താചന്ദ്രൻ മാഡത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മനോജിനെ ക്ഷണിക്കും. വളരെ നന്ദി ശൈല ഡോക്ടറെ. അല്ല, ഇവരൊക്കെ പോലുള്ള എന്താ പറയാ, നമ്മള് നവരത്നങ്ങൾ എന്ന് പറയുന്ന രത്നങ്ങൾ തന്നെയാണ്. അവരെ ഓരോ വാക്കുകളും എന്തായാലും ഇപ്പൊ യുവതലമുറയിൽപ്പെട്ട ചില ആൾക്കാരെങ്കിലും കേൾക്കാൻ തയ്യാറായെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ പരമാവധി എനിക്ക് ഇവരോടല്ല പറയാനുള്ളത്, ചെറുപ്പക്കാരായ ഡോക്ടർമാരാണ്, നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ല നേട്ടം ഉണ്ടാകും. അതുപോലെ ഈ രണ്ടുപേരെ നമ്മൾ ISBHന്റെ അടുത്ത 2000 ദിവസ പരിപാടി പ്രത്യേകിച്ച് ആദരിക്കണോട് ആവശ്യപ്പെടുകയാണ്. വളരെ നന്ദി മാഡം. നന്ദി, നമസ്കാരം. എന്തായാലും 2 അമ്മമാരെയും കൂടി ഒരു ദിവസം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അമ്പാടി മാഡത്തിന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. നന്ദി ശൈല. നന്ദി പറഞ്ഞ മനോജ് ഡോക്ടർക്ക് നന്ദി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഞാനും നന്ദി പറയാം. എല്ലാവർക്കും നന്ദി. നന്ദി. ഗുഡ് നൈറ്റ്. Thank you. Bye. Good night. Good night.